അപ്പോൾ ഗൈസ്, ഇതാട്ടോ നമ്മുടെ ഇവിടുത്തെ കുളം. ഇത് ഫിലോപ്പിയൊക്കെ ഉണ്ട്. അത് നമ്മളുമായിട്ട് അത്യാവശ്യം ഇണങ്ങിയിട്ടുണ്ട്. എൻ്റെ അടുത്തുനിന്ന് ഹാൻഡ് ഫീഡൊക്കെ എടുക്കും. അതിപ്പോൾ കാട്ടിത്തരാം. കുളത്തിലെ അടിയത്തെ വേസ്റ്റൊക്കെ കാരണമാണ് വെള്ളം അത്ര ക്ലിയർ അല്ല. നിങ്ങൾക്ക് കാണുമോയെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, എന്നാലും ഇത് വരുന്നുണ്ട്. ആ ഫിലോപ്പി എല്ലാം വരുന്നുണ്ട് കേട്ടോ. നമ്മളൊന്ന് കൈ വെച്ച് കാട്ടിത്തരാൻ വേണം. ഇതെന്തായാലും എൻ്റെ കൈ വന്ന് തിന്നാറുള്ള മീനൊക്കെ കൊണ്ടുവരുമ്പോൾ കണ്ടോ, എടുത്തോണ്ട് പോയതുണ്ടോ. ഇതുങ്ങൾക്കൊന്നും അത്ര പേടിയില്ല. നല്ല രീതിയിൽ തന്നെ വലിക്കുന്നുണ്ട്. നമ്മളൊന്നിങ്ങനെ കൈയൊക്കെ ഇളക്കി കൊടുത്തത് വേഗം വന്നോളും. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബും പിന്നെ ലൈക്കും ചെയ്തേക്കണേ. എല്ലാം തന്നെ വിടുന്നുണ്ട്. പക്ഷെ ഇതുങ്ങൾക്ക് മണ്ടയിലേക്ക് വരാൻ കുറച്ച് പേടിയാണ്. അതാ നമുക്ക് ഇതിനെ കാണാൻ കുറച്ച് പാട്. എന്നാലും കുറച്ചെണ്ണമൊക്കെ വരുന്നുണ്ട്. അത് നിങ്ങളെ കാട്ടിത്തരാം. ഇത് കണ്ടോ. ഇത് ഈ കുളത്തിലെ എല്ലാ സൈസ് മീനൊന്നും കൈയൊന്നും തിന്നത്തില്ല. ഫിലോപ്പിയും പിന്നെ ഗപ്പിയും. ഫിലോപ്പിയൊക്കെ തിന്നുന്നതിന് മുമ്പ് ഗപ്പിയാണ് തിന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു മീനും കൂടെ ഉണ്ട് കേട്ടോ. അത് ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. നമ്മളതിനെ ഒളിക്കാൻ വെച്ച ഓസിലൊന്നും കാണാനില്ല. ഇപ്പം നമ്മളൊന്ന് നാളെ തപ്പിയിട്ട് വീഡിയോ ഇടുന്നതാണ് കേട്ടോ. പിന്നെ ചുവന്നുള്ളി വെച്ചുള്ള സംഭവം നമ്മൾ ഈ അടുത്ത് തന്നെ ഇടും. തീറ്റ വെച്ച് മറ്റേ പുഴുമന്തി ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ അത് ഫ്ലോപ്പായിപ്പോയി. നമ്മളത് വീണ്ടും ട്രൈ ചെയ്ത് നോക്കും. കാരണം ഈ പുഴുമന്തി എന്ന് വെച്ചാൽ കോഴികൾക്ക് ഭയങ്കര ഇതാട്ടോ, നല്ല സാധനമാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. പിന്നെ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ മീനുണ്ടെന്ന് ഒന്ന് കമൻറ്റും കൂടെ ചെയ്ത് കേട്ടോ.